ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇനി വിദഗ്ധ ചികിത്സ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തന്നെ അവർ പറഞ്ഞതനുസരിച്ച് ഒരു റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു യൂറോളജിസ്റ്റിനെ കഴിഞ്ഞ ദിവസം പോയി കാണുമ്പോഴാണ് ഒന്ന് സ്കാൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ടാകുന്നത്. സ്കാൻ ചെയ്തപ്പോഴാണ് അവരുടെ ശരീരത്തിനകത്ത് ഇങ്ങനെ ഒരു കത്രിക സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർ പോലും തിരിച്ചറിയുന്നത്. ആ ഞെട്ടലിൽ നിന്നും അവർക്ക് ഇപ്പോഴും മാറാൻ കഴിഞ്ഞിട്ടില്ല. അവർ വല്ലാത്ത പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ കിടക്കുന്നത്. തുടർച്ചയായി ചികിത്സാ പിഴവ് റിപ്പോർട്ട് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ പിഴവെന്ന യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ. രോഗികളുടെ എണ്ണത്തിന് അനുപാതകമായി നഴ്സുമാർ ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുകയാണ് വേണ്ടതെന്നും നഴ്സുമാരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും UNA ആരോപിച്ചു. വളരെ കുറച്ച് ജീവനക്കാർ വെച്ചിട്ടാണ് പരമാവധി പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലായിടത്തേക്കും ഓടിയെത്തുക എന്നുള്ളത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അതായിരിക്കാം സുപ്രധാനമായിട്ടുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും സിസ്റ്റം തന്നെയാണ് പ്രശ്നം. സിസ്റ്റം മാറാതെ നമ്മൾ അതിന് മുകളിലേക്ക് എന്ത് ചർച്ച നടത്തിയിട്ടും കാര്യമില്ല. വീണ്ടും വീണ്ടും വീഴ്ചകൾ സംഭവിക്കും, വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അതിന് മുകളിൽ നമ്മൾ സിമെന്റ് എടുത്ത് തേച്ചിട്ട് കാര്യമില്ല. അത് വളരെ കൃത്യമായി തീരണമെങ്കിൽ യഥാർത്ഥത്തിൽ നഴ്സ് രോഗി അനുപാതം അല്ലെങ്കിൽ രോഗികൾക്ക് ആനുപാതികമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം ഉണ്ടാവണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്.